ഹലോ, പുതിയൊരു വീഡിയോയിലിട്ട് പിന്നെ സ്വാഗതം. ഇപ്പം നമ്മൾ ആഗ്രയിലാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ ആഗ്രയിൽ എത്തുന്നത് കൊണ്ട് നമ്മൾ നിർത്തിയിരുന്നല്ലോ വീഡിയോ. അപ്പം അങ്ങനെ നമ്മൾ വൃന്ദാവനിൽ നിന്ന് ഉച്ചയായപ്പോൾ ആഗ്ര എത്തി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചൂട് തന്നെയാണ്. എപ്പോഴും ഞാൻ ഈ ക്ലൈമറ്റ് പറയണോ വേണ്ടയോ എനിക്കറിയത്തില്ല, കാരണം നാട്ടിൽ ഭയങ്കര മഴയല്ലേ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യും എന്നെനിക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും വൃന്ദാവനിലൊക്കെ പോയിട്ട് വന്നല്ല, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വരുമ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, കഴിക്കാറൊന്നുമില്ല. പക്ഷേ ഇന്നിവിടെ വന്ന് നമ്മൾ കുളിച്ച് എല്ലാം താഴെ വന്നു കഴിഞ്ഞപ്പം മെനു നോക്കിയപ്പം എനിക്ക് റോഗൻ ജോഷ് കണ്ടപ്പം എൻ്റെ കൺട്രോൾ പിന്നെ ഞാൻ ഓർത്തൊരു ട്രിപ്പല്ലേ, ചില ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് എടുക്കാം, ജിമ്മിൽ ബ്രേക്ക് എടുക്കുന്ന പോലെ തന്നെ. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ലച്ച പൊറോട്ടയും മട്ടൻ റോഗൻ ജോഷും ഓർഡർ ചെയ്തു. അപ്പം ഫോർ ദ ടൈം ബീങ് 25 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത് നമ്മുടെ മുഖം കണ്ടിട്ടാവാം അവർ കുറച്ച് ഫ്രൈൻസ് കൊണ്ട് വെച്ചു. അതിൻ്റെ കൂടെയുള്ള ചട്നി കഴിച്ചു കഴിഞ്ഞപ്പം ഈശ്വര, ഇതുപോലൊരു ചട്നി ഞാൻ കഴിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. ഇതെനിക്ക് എന്താ പറയുന്നത്, മിക്ക നല്ല ഹോട്ടൽസിലും ഏറ്റവും നമുക്ക് സേഫായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ വെജ് കറിയാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഇവിടെ വന്നിട്ട് ഏത് നോൺ വെജ് ആയിരിക്കും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ വന്നിട്ട് ഒരുമാതിരി 95% ആൾക്കാർക്കും ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൺ കറിയാണ് മട്ടൺ റോഗൻ ജോഷ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പൈസി ലെവലും നമ്മുടെ ഒരു മസാലയുടെ നമ്മുടെ മലയാളീസിൻ്റെ ടേസ്റ്റുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ, അതായത് ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ നല്ല ഹോട്ടൽസിൽ നമുക്ക് പോയാൽ സേഫായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. കാരണം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഈ നോർത്ത് ഇന്ത്യയിൽ വരുന്നുണ്ട് ഞങ്ങൾ നോൺ വെജ് ആണ്. പക്ഷേ ഏത് ഫുഡ് കഴിക്കും, നോൺ വെജിൽ അവിടെ എന്താണ് നല്ലത്? മിക്കവർക്കും ചിലപ്പോൾ മധുരമുള്ള കറികളായിട്ട് തോന്നും, സ്പൈസി ലെവൽ കുറവായിരിക്കും, ചിലതിന് ടൊമാറ്റോ സോസൊക്കെ ഒത്തിരി ഒഴിച്ചിട്ടായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ 95% സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഒരു കറിയാണ് കേട്ടോ മട്ടൻ റോഗൻ ജോഷ്. ഈ മട്ടൻ റോഗൻ ജോഷ് ഞാൻ ഒത്തിരി പൊക്കി പറയുന്നുണ്ടല്ലേ, പക്ഷേ ഞാൻ കഴിച്ച മിക്കയിടത്തെയും നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി മെനു ചില ദിവസം നമ്മൾ ടയേർഡ് ആയിരിക്കത്തില്ലേ, നമുക്ക് മെനു നോക്കാൻ പോലും ഒരു മനസ്സിലേക്ക് കണ്ണും പൂട്ടി ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ വെജ് ഡിഷാണ് കേട്ടോ നമ്മുടെ മട്ടൻ റോഗൻ ജോഷും. ബട്ടർ നാനും കൂടെ അങ്ങോട്ട് ഓർഡർ ചെയ്തോ, അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് സ്റ്റീം റൈസും ഓർഡർ ചെയ്യായിരുന്നു. സ്റ്റീം റൈസ് ഞാൻ തന്നെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തില്ല. റൈസ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ മാത്രം കഴിച്ച് തീർക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ലച്ച പൊറാട്ടയാണ് ഞാൻ ഓർഡർ ചെയ്തില്ല, കാരണം രാജേട്ടൻ ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഗ്രേവി പോലും ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ദൈവമേ, വൃന്ദാവനിൽ പോയിട്ട് വന്നിട്ട് നോൺ വെജ് കഴിക്കുന്നത് ഞാൻ, എന്നോട് ഭഗവാൻ ക്ഷമിക്കട്ടെ. എനിക്ക് പാലക് പനീറും ദാലും ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഫുഡാണെങ്കിലാണ് വെജിറ്റേറിയൻ എനിക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിരുന്നു. വിശന്നിരുന്നിട്ട് മാത്രമല്ല, ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അല്ലെങ്കിലും എനിക്ക് റാഡിസിൻ്റെ റിവ്യൂ അല്ല കേട്ടോ, എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫുഡ് നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇതിങ്ങനെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പീസസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അകത്തിരുന്നപ്പോൾ വെളിയിൽ നല്ല കാറ്റ് പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പൊടിക്കാറ്റ് വരുമല്ലോ, ഭയങ്കര പൊടിക്കാറ്റ് മഴ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒക്കെ വരാറുണ്ട്. അപ്പോൾ വരുന്നതിന് നല്ല തണുത്ത കാറ്റിൻ്റെ ഒരു ഫീല് വന്നു കേട്ടോ അകത്തിരുന്നപ്പം. പക്ഷേ എങ്കിൽ അത് ഫീല് മാത്രമേ ഉള്ളായിരുന്നു. വെളിയിലിറങ്ങിയപ്പോൾ മനസ്സിലായി, വെളിയിലിറങ്ങിയപ്പോൾ നല്ല ചൂട് കാറ്റായിരുന്നു. എന്നാലും ഞാൻ ആ ഫീല് കണ്ട് കുറച്ച് അങ്ങോട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതിൻ്റെ സൈഡിലുള്ള ഒരു ലോണാണ് കേട്ടോ, അവിടോട്ട് നടന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ രാജേട്ടൻ പറഞ്ഞു ചൂടത്തൊരു ഫോട്ടോ എടുക്കുന്നതിന് പെട്ടെന്ന് അകത്ത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അകത്ത് പോയി. എന്നാലും എൻ്റെ ഒരു നിർബന്ധത്തിൽ 2-3 ഫോട്ടോ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഒരു മുഖമെല്ലാം കൂടെ തളർന്ന് കുത്തിയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നാലും ഒരു മെമ്മറിക്ക് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. റൂമിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പോകെ അതൊന്നും നടന്നില്ല. ഉറങ്ങാമെന്ന് വെച്ച് കിടന്നപ്പം അച്ഛൻ്റെ ഒക്കെ ഫോൺ വരാൻ തുടങ്ങി. അങ്ങനെ ഉറക്കവും പറ്റിയില്ല. അപ്പോൾ രാജേട്ടൻ പറഞ്ഞാൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് പറഞ്ഞു. സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അറിയുന്നത് സ്വിമ്മിംഗ് ട്രങ്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മൾ ബ്ലിങ്കിറ്റ് വഴി ഓർഡർ ചെയ്തു. എന്നിട്ട് രാജേട്ടൻ മാത്രം സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. രാത്രി 12 മണി സമയമാണ് കേട്ടോ. എന്നെ എല്ലാവരും കളിയാക്കുകയാണ്, വെളിയിൽ എന്തിനാണ് നിൽക്കുന്നത്, ഈ ചൂടത്തകത്ത് നിന്നാൽ പോരെന്ന്. പക്ഷേ എനിക്കൊരു ക്ഷമയില്ല. അവരവിടെ നിന്ന് പോന്നിട്ടുണ്ട്, എത്താറായി എന്ന് പറഞ്ഞ് ഡ്രൈവർ വിളിച്ചിട്ട് ഇതുവരെ എത്തുന്നുമില്ല.
ഞാൻ അങ്ങ് അക്ഷമയായിട്ട് നിന്നപ്പോൾ ഉടനെ എൻ്റെ കുട്ടികൾ രണ്ടുപേരുടെ ഫോൺ വന്നു. അവർ രണ്ടുപേരും എന്നെ കളിയാക്കാണ് കേട്ടോ. ഓ അമ്മ ഇപ്പം തിരിച്ചങ്ങോട്ട് നടക്കുമ്പോൾ വണ്ടി കിട്ടുന്നിടം വരെ എന്ന് പറഞ്ഞ് രാജേഷേട്ടനെ കൂടെ പാവത്തിനെ ഞാൻ വിളിച്ച് വെളി നിർത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേഷേട്ടൻ ഞാൻ പറഞ്ഞ അകത്ത് പോയിരുന്നു ചൂടെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷേട്ടൻ അകത്ത് പോയി നിന്ന് നോക്കി നിന്നപ്പോഴത്തേനും അവർ വരുന്ന വണ്ടി കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. മോളിങ്ങനെ ഓടി വന്നപ്പോൾ എൻ്റെ മേത്തോട്ട് ഇങ്ങനെ ചാടി കയറി. അവർക്ക് പറയും എന്തും വീഡിയോ കോൾ കാണുന്നത് നല്ല പരിചയമാണ്. അങ്ങനെ എല്ലാവരും എത്തി. സമയം 12 മണിയായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഞാൻ അന്നേരം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ പറഞ്ഞ് വാം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. ഫുഡ് കഴിക്കാതെ എങ്ങനെ ആദ്യം സൂപ്പ് കുടിച്ചു. ചിക്കൻ സൂപ്പ് അടിപൊളിയായിരുന്നു. ചിക്കൻ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അതിൻ്റെ പേര്. എന്തായാലും നല്ലതായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അങ്ങനെയല്ല നമ്മൾ ഡിന്നർ ബുക്ക് ചെയ്തത്. എന്ത് ചെയ്യാൻ അവരില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിക്കേണ്ടി വന്നു. നല്ല സ്പ്രെഡായിരുന്നു. ചിക്കൻ ടിക്ക അങ്ങനെ കുറേ നല്ല 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 ഡിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൂപ്പിൽ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു കൊച്ച് നല്ല രസമുണ്ട്. ആ കൊച്ച് അവിടെ നിന്നുണ്ട്. അതിൻ്റെ ഫാമിലിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അതിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നൈഫ് വെച്ച് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ രാജേഷേട്ടൻ വിളിച്ചപ്പോഴത്തേനും അത് അടുത്തോട്ട് വന്നിട്ട് പിന്നെ അങ്ങ് രാജേഷേട്ടനോട് നല്ല ഫ്രണ്ട്ലി ആയി കേട്ടോ. എങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം. എന്നിട്ട് പിന്നെ കത്തി വെച്ച് അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു. നല്ല ക്യൂട്ടൊരു കൊച്ച്. അപ്പം രാജേഷേട്ടൻ പെട്ടെന്ന് പിള്ളേരുടെ അടുത്ത് ഫ്രണ്ട്ലി ആവും കേട്ടോ. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സ്പ്രെഡിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം, എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി. ആദ്യം നമ്മൾ ഇതെന്തായിരുന്നു ഞാൻ പേര് മറന്നുപോയി. ആ പേര് ഓർമ്മയുള്ളതിൻ്റെയൊക്കെ പറയാം കേട്ടോ. ഇത് നമ്മുടെ പിന്നെ പാസ്തയാണ്, പിന്നെ റെഡ് സോസ് പാസ്ത. ഇത് നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് അല്ല റൗണ്ടായിട്ട് കണ്ടിച്ചതായിരുന്നു പൊട്ടറ്റോ. പിന്നെ ഇത് നമ്മുടെ ഹക്ക നൂഡിൽസ്. ബാക്കി ഇതിന് ചാട്ട് ഉണ്ടാക്കാൻ ഇവിടുത്തെ ചാട്ടില്ലാതെ പറ്റത്തില്ല. ചാട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ആണ്. പിന്നെ നമ്മുടെ ഷാഹി ടുക്കട. അത് നല്ല ടേസ്റ്റ്. ഇത്രയും മധുരമാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. പിന്നെ അതിലുണ്ടായിരുന്നു നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സ്വീറ്റ്സിൻ്റെ ഡെസേർട്ട് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറേ ഡെസേർട്ടിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. മംഗോളിയൻ വെജിറ്റബിൾസ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒരു സ്വീറ്റും സോറും കൂടെ ഉള്ളൊരു ടേസ്റ്റാണ്. നല്ല രസമാണ്. പക്ഷേങ്കിൽ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് നൂഡിൽസ് വേണമെങ്കിൽ ഇടാം, റൈസ് വേണമെങ്കിൽ ഇടാം. ഞാൻ റൈസ് ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ നോർമൽ പുലാവ്. പിന്നെ ഇതെന്താണ്, ഇത് നമ്മളുടെ ദാൽ ഫ്രൈ. ഇല്ലാത്ത പണിയില്ല, വെജിറ്റേറിയൻ കഴിക്കാൻ ദാലും റൈസും കഴിച്ചു. അടിപൊളിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇത് പനീർ ബട്ടർ മസാല. പിന്നെ ഇത് വെജിറ്റേറിയൻ കോർണറാണെന്ന് തോന്നുന്നു അല്ലേ? അതെ ഇത് വേറെ ഷാഹി പനീറാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ നോൺ വെജിലുണ്ടായിരുന്ന സംഗതി എന്ന് പറയുന്നത് അതായത് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതായത് ചിക്കൻ സ്പൈസി കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു. വൈകുന്നേരം കോംപ്ലിമെൻ്ററി ഡിന്നറിൽ മട്ടൺ ഇല്ല കേട്ടോ, ചിക്കൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫിഷ് ടിക്ക ഉണ്ടായിരുന്നു. ഫിഷ് ലെമൺ ഇട്ടിട്ടുള്ള ഫിഷ്, ഗാർലിക് ലെമൺ സോസിലിട്ട ഫിഷ്. ഇത് അടിപൊളിയായിരുന്നു. ചിക്കൻ വിങ്സ്, അത് നല്ല രസമായിരുന്നു. പിന്നെ ഇതും വേറൊരു ടൈപ്പ് ഫിഷ് ടിക്ക മസാല. ചട്നി അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുടിച്ച സൂപ്പ് എന്താണ് എനിക്ക് വായിക്കാത്തൊന്നും വരുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നോ മംഗോളിയൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ റൈസ് ഇട്ടുണ്ടാക്കിയതാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ വയറ് നല്ല ഫുള്ളായിരുന്നു, അത്ര കഴിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഫുഡ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ അത്ര സപ്പോർട്ടൊന്നും തരാത്ത കാരണം രാജേഷേട്ടൻ അങ്ങനെ ഭയങ്കര എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ട സംഗതികൾ കഴിക്കും എന്നല്ലാതെ വലിയൊരു ഫുഡിയല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഫുഡിയാണ്. എൻ്റെ മോനും ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നതെങ്കിൽ എൻ്റെ എൽഡർ വൺ ഞാനും നല്ല ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാം ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെ. അജും രാജേഷേട്ടനും അത്ര വലിയ അവർ അങ്ങനെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്തില്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം കഴിക്കും. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. കാരണം 10 മണിയാകുമ്പോൾ 10:30 ആകുമ്പോൾ എന്താ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുമല്ലോ. അത് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഗസലൊക്കെ കേട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് പക്ഷേ അപ്പോൾ അവരുടെ ഫോൺ വന്നു. ഇടയ്ക്ക് പിള്ളേർക്ക് വിശന്നപ്പോൾ ഏതോ ഢാബയിൽ കയറി അവർ എന്തൊക്കെയോ കഴിച്ചു എന്ന്. പക്ഷേ ഇത് മംഗോളിയൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എവിടെ പോയാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ റൂമിൽ ഫുഡ് വരുത്തിയായിരുന്നു. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സന്തോഷം. ടയേർഡാണെങ്കിൽ നല്ല എനർജി. ഇവരുടെ ഈ ഉറക്കത്തിൻ്റെ സമയം വേറെയാണല്ലോ.
അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ താജ്മഹൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം തന്നെ 12 മണിയായി. പക്ഷേ എഴുന്നേക്കും എല്ലാവരും താജ്മഹൽ പോകും, രാവിലെ തന്നെ പോകണം, അല്ലെങ്കിൽ നല്ല ചൂടാവും. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ലക്ഷ്മി, ടേക്ക് കെയർ. നാളെ നമുക്ക് താജ്മഹലിലെ വ്ളോഗായിട്ട് കാണാം കേട്ടോ. അതായത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ വ്ളോഗ് ഇടുന്നതായിരിക്കും. താങ്ക് യു. ബൈ. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയുക, നൂഡിൽസും പൊറോട്ടയും ചിക്കൻ കറിയും ഒരു ഐസ്ക്രീമുണ്ട്, ഗുലാബ് ജാമുനുണ്ട്. ഇത്ര മാത്രമേ ഞാൻ ഓർഡർ ചെയ്തുള്ളൂ. അവരെല്ലാം കുറച്ച് കഴിച്ചിട്ടാണ് വന്നത്. എന്നിട്ടും കുറച്ച് അവിടെ ഇവിടേക്ക് ഇരുന്ന് കൈയൊക്കെ കഴുകിയിട്ട് കഴിക്കാനായിട്ട് ഞാനെല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ബൈ ബൈ പറഞ്ഞാണ് പിന്നെയും ബൈ പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ലക്ഷ്മി സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു. അച്ഛൻ